രാത്രി 7:40. ഇപ്പോഴും ഏതോ കർണാടകത്തിലെ ഉൾനാടൻ ഗ്രാമങ്ങൾ പോലെയൊക്കെ, മറാത്ത ഗ്രാമങ്ങൾ പോലെയൊക്കെ ഫീൽ ചെയ്യുന്ന വൃത്തിയുണ്ട് കേട്ടോ. വഴിയൊന്നും പ്ലാസ്റ്റിക്കും തീട്ടത്തിന് മണമില്ല, അങ്ങനെ ഫീൽ ചെയ്യുന്നു. ബീച്ചിൻ്റെ അടുത്തൊരു ഹോസ്റ്റലാണ്. ഇവിടെ അൽബാനിയയിൽ ടീര എന്ന് പറഞ്ഞെടുത്ത് മുന്തിരിത്തോട്ടങ്ങൾക്ക് ഇടയിൽ, മുന്തിരിത്തോട്ടങ്ങളെക്കാളും വീടിൻ്റെയൊക്കെ ഒരു എന്താ പുഷ്പ സമൃദ്ധി. ഹായ്, ചാവ് ചാവ്. Is it there? This not like one. Okay, thank you. Ciao. Ciao. Hi. നമ്മുടെ പയർ പക്ഷെ അച്ചിങ്ങ അതേപോലെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇവിടെ കടകളിലൊന്നും. വ്യത്യാസമുണ്ട്. അതിൻ്റെ വലിയ പയർ കണ്ടാൽ കൊതുക് നന്നായിട്ട് ഇവിടെയുണ്ട്. പയർ കണ്ടാലേ മനസ്സിലാവുള്ളൂ ഇതൊരു വെള്ള നിറത്തിലുള്ള പയറായിരിക്കും. ഇത് ഏതാണ് പഴം പിടിയിട്ടുള്ള. നമുക്ക് രാമവീതി കൂടെയൊക്കെ ഇങ്ങനെ നടക്കാൻ പറ്റുന്നു. മതിലുണ്ടോ? ഒരു തരി കാഴ്ച എത്താത്ത, ഓക്സിജൻ കിട്ടുന്ന, തണൽ നൽകുന്ന, ചൂടുണ്ടാക്കാത്ത, തണുപ്പ് നൽകുന്ന, വെള്ളത്തെ പിടിച്ചു നിർത്തുന്ന, വരൾച്ച ഉണ്ടാക്കാത്ത, ജൈവമതിൽ എത്ര സുന്ദരമായിട്ടിരിക്കും. കാഴ്ചയ്ക്കും കുളിര്. യൂറോപ്പിലെ എല്ലാ വീടുകൾക്കും മതിലുണ്ട്. അതായത് അതിർത്തികളുടെ ലോകം എന്ന് പറയുമ്പോൾ അതിരുകൾ കൃത്യമായിട്ട് എല്ലായിടത്തും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ അതിരിനപ്പുറത്തേക്ക് ഒരാളും കയറില്ല. ആളുകളുടെ അതിരായാലും ഞാൻ പലയിടത്തെ വീടുകളിലും താമസിക്കുമ്പോൾ അതെല്ലാം ഓപ്പൺ ആണെങ്കിൽ കൂടി അപ്പുറത്തെ വീട്ടുകാരന് ഒരാളും കയറി വരില്ല. കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതായത് അതിർത്തികളിലെ ലോകം എന്ന് പറഞ്ഞാൽ അതിർത്തികളെ ബഹുമാനിക്കുക കൂടിയാണ്. എല്ലാ രാജ്യങ്ങൾക്കകത്തും അതിർത്തികളുണ്ട്. പക്ഷേ ആ അതിർത്തികളെല്ലാം വെറും പേരിന് മാത്രമാണ്. എന്നാൽ ആ രാജ്യങ്ങൾ പരസ്പരം ആ അതിർത്തികളെ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓ, ചെറീസ്, ഐ നീഡ് യുവർ ചെറി. സൂപ്പർ സൂപ്പർ. കർഷകരെയൊക്കെ വീടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കാൻ പറ്റുന്നുണ്ട്. ചോളം, നാരകം, അത് കിവി, ഇതും കണ്ടിട്ട് കിവിയാണോ? കിവിയുടെ ഇല അല്ലല്ലോ, മുന്തിരി തന്നെയാണ്. മുന്തിരി തന്നെയാണല്ലേ. ഇതും മുന്തിരി. ഇവരാണെന്നെ, ഇവരുടെ വീട്ടിലാണെന്ന് ഞാൻ തോന്നുന്നു. ഓരോ ദിവസം ഇങ്ങനെ ഓരോ നാട്ടുകാരുടെ വീട്ടിൽ താമസിക്കാൻ പറ്റുന്നത്.
അത് ഓണറുടെ സഹോദരിയുടെ വീടെങ്ങാണ്ട് ഇവരുടെ വന്ന് പരിചയപ്പെട്ടായിരുന്നു. എനിക്ക് പറഞ്ഞ മനസ്സിലായില്ല. പശുവുണ്ട് ഇവിടെ. പശുവിൻ്റെ ചാണകത്തിന് മണം കിട്ടുന്നുണ്ട്. കുഴൽ കിണർ അവിടെയാണ് എനിക്ക് അവർ താമസം അറേഞ്ച് ചെയ്തത്. ഹായ് കൂട്ടുകാരെ, ഞാനിപ്പോൾ ഉള്ളത് അൽബാനിയ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ തുടക്കത്തിൽ ടിറാന എന്ന് പറഞ്ഞ ഇടത്ത് ആണ്. ടിറ അതിലെ വഴിയിലാണ് ടിറ. അപ്പോൾ ഞാൻ ബാക്കിൽ കാണിക്കാം. ഇതാ കാണുന്ന കെട്ടിടമുണ്ട്, ആ വീട്ടിലാണ് ഇന്ന് താമസം. അപ്പോൾ ഇത് തനി ഗ്രാമമാണ്. ഇവിടെ പയർ കൃഷി, നമ്മുടെ നാട്ടിലെ അതേ പയർ തന്നെ ഇല. പക്ഷെ ഇവർ പയറിൻ്റെ ഇതാണ് എടുക്കുക, മറ്റേ നമ്മുടെ വിത്തുണ്ടല്ലോ അതാണ് എടുക്കുക. അത് വ്യത്യാസമുണ്ട് നമ്മുടെ നാട്ടിലെ പയറിൽ നിന്ന്. നമ്മൾ അച്ചിങ്ങ എന്ന് പറയുന്ന ആ പയർ ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല. എന്നാലും പയർ കണ്ടപ്പോൾ ഒരു തമാശ തോന്നിയിട്ട്. റോഡ് കാരണം അതൊരു വീട്ടിലേക്കുള്ള വഴിയാണ്, കൃഷിയിടമാണ്. ഇവിടെ കൃഷിയിടത്തിൽ വീട് വയ്ക്കാൻ കൃഷിക്കാർക്ക് മാത്രമേ അനുവാദമുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ. ഇതേതാ പഴം എന്നറിയില്ല. അവിടെ ആപ്രിക്കോട്ട് ഉണ്ടായിരുന്നു, അത്തിപ്പഴം ഉണ്ടായിരുന്നു. പിന്നെ വഴിയിലൊരു സാധനം കൂടി കാണിക്കാം. ഇവിടെ ഇപ്പോൾ അത്തിപ്പഴത്തിൻ്റെ സീസണാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്ത് മരിച്ചവരുടെ ഞാൻ 960 വരെ ഉള്ള സാധനങ്ങൾ ഇവിടെയുണ്ട്. കാണിക്കാൻ വരുന്നത് ഈ കാണുന്ന ചെടിയുണ്ട്, പൂത്തു. അടുത്ത മാസം പോലെ എനിക്ക് കോളാണ്. റോട്ടിൽ മുഴുവനും ബ്ലാക്ക്ബെറി ഉണ്ടാവും. ഇതേ കാണുന്നതൊക്കെ ബ്ലാക്ക്ബെറിയാണ്. അപ്പോൾ ഇഷ്ടം പോലെ പറിച്ച് തിന്നുണ്ടാവും. ഇപ്പോൾ നമ്മുടെ നാട്ടിലും അതെ കിലോയ്ക്ക് 3000 രൂപ വില. അടുത്ത മാസം പോലെ വഴിയിൽ നിന്ന് തന്നെ പെറുക്കി വഴിയിൽ മുഴുവൻ കാണുന്നതാണ് എല്ലായിടത്തും. അപ്പോൾ അടുത്ത മാസം പോലെ അതുകൊണ്ട് പട്ടിണി അധികം കിടക്കാനില്ല, റിച്ച് ഭക്ഷണം കഴിക്കാം. ഈ കാണുന്നെല്ലാം. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്ത് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ. ഇതാ ഈ കണ്ണാണ് ബ്ലാക്ക്ബെറി പൂ കിട്ടിയ കണ്ണാണ്. കണ്ടാ വയലറ്റ് അല്ല കളറിൻ്റെ പേരെന്താ, ആ കണ്ണാണ് ബ്ലാക്ക്ബെറിയുടെ പൂക്കൾ. ഇതാ നല്ല ഭംഗിയല്ലേ നോക്കിയ മതിൽ. ഇവിടുത്തെ കൃഷിസ്ഥലത്തിൻ്റെ ഇവിടെയൊന്നും കൃഷിക്കാരെയൊന്നും നമ്മൾ കാണില്ല. ഒരുപാട് കൃഷിയുണ്ട് അവിടെ. വെള്ളം എല്ലാം ഓട്ടോമാറ്റിക്കാണ്, മെക്കനൈസ്ഡാണ്. പയർ മണ്ണ് കണ്ടോ, ഭയങ്കര ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണ്. മുന്തിരിപ്പാടം, അതിനപ്പുറത്ത് ആട്ടിൻപാറ്റങ്ങൾ, എന്തൊക്കെയോ കെയിൽ പോലെ എന്തൊക്കെയോ ഇലകൾ. ഇവിടെ അത്തിപ്പഴം, കർഷകരുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഇതാ അവിടെ ട്രെയിലറിൻ്റെ ബാക്കി വരെയുണ്ട്. ട്രാക്ടർ, ഇത് മണ്ണിളക്കുന്നത് ട്രാക്ടറിൽ പിടിപ്പിക്കും. ഈ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. യമഹയുടെയാണ് വണ്ടി, നമ്മുടെ M80. ചാണകം മടക്കണ വഴികളും പശുക്കളും നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇവിടെയൊക്കെ ഉണ്ട്. പശുക്കളെയൊക്കെ തെളിച്ചുകൊണ്ട് പോകണമാണ്. ഇവിടുത്തെ പശുക്കൾ എന്നാലും നമ്മുടെ നാട്ടിലെ പശുക്കളെക്കാളും ഭാഗ്യം ചെയ്തവരാണ്. കാരണം മൂക്കുകയറൊന്നുമില്ല, മൂക്കുകയറിലിട്ട് വലിച്ച് പീഡിപ്പിക്കലൊന്നുമില്ല. അപ്പോൾ റോട്ടിലൊക്കെ പലയിടത്തും എഴുതി വെച്ച് മാർക്കുണ്ടാവും പശുക്കളുണ്ടെന്ന്. അത് അലഞ്ഞിരിഞ്ഞ് എന്ന് പറഞ്ഞാൽ
ഒരു കർഷകർ അങ്ങനെ അഴിച്ചു വിട്ടിട്ടുണ്ടാവും. അവരൊരു കൂട്ടമായിട്ട് നടക്കുന്നുണ്ടാവും. അതുകൊണ്ട് കാറുകൾക്കൊക്കെ ആയിട്ട് മുന്നറിയിപ്പ് ഉണ്ടാവും ചിലയിടങ്ങളിലൊക്കെ പശുക്കളുണ്ടെന്ന്. വെസ്റ്റേൺ യൂറോപ്പിൽ അങ്ങനെ കണ്ടിട്ടില്ല. അവിടെയൊക്കെ പക്ഷേ ഞാനിപ്പോൾ സ്വിറ്റ്സർലൻഡിൽ പോയപ്പോൾ പോലും പശുക്കളെ കണ്ടു, പശുത്തോട്ടം കണ്ടു. അതിങ്ങനെ 100 കണക്കിന് ഹെക്ടർ സ്ഥലം ഗ്രില്ല് ചെയ്തിട്ട് വേർതിരിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ പശുക്കൾ സ്വതന്ത്രരായിട്ട് നടക്കണേ. അവിടെ ഒരു പട്ടി അവിടെ ഇരിക്കണ്ടേ. ഒരു സംശയത്തോടെയൊക്കെ ഒരു സന്തോഷമില്ലാണ്ട് നോക്കണം. സംശയം. ഗ്രീൻ മതിൽ യൂറോപ്പിൻ്റെ മുഖമുദ്രയാണ്. എന്താ ഭംഗി ഒരു വീടിൻ്റെ വഴിയിൽ നടന്നു പോകുമ്പോൾ കണ്ടാണ്. കളർഫുള്ളായിട്ട് അതിനുള്ളിലും അതെ പല പല പൂക്കൾ. നാട്ടിൽ കൊങ്ങിണി ചെടി എന്ന് പറയുന്ന ഒരു ചെടി. എന്തൊക്കെ പൂക്കളാണ്. അത് മുന്തിരിയാണ് പടർന്നു കരയുന്നത്, മറ്റേത് ആപ്രിക്കോട്ട്. ഇവിടെ എല്ലാ വീടുകളും ഭംഗിയായിട്ടായിരിക്കും പൂക്കളും വഴികളും എല്ലാം. അതെ അവിടെ കാണുന്നത് ഒലിവ് മരം, മുന്തിരി, നമ്മുടെ പോംഗ്രാനൈറ്റ്, പിന്നെ എന്തൊക്കെയോ ചെടികളും പൂക്കളും ഇവിടെ കാണുന്നില്ല. ഞാനിവിടെ ബീച്ചുണ്ട്, അഡ്രിയാറ്റിക് സീയുടെ, അതിലേക്ക് വെറുതെ നടക്കുന്നു.